ഇത്രയും വലിയ പഴയ നോക്കിയ ഫോൺ കണ്ടിട്ടുണ്ടോ? ഇത് ഡമ്മി അല്ല, ഒറിജിനലാണ്. നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കോൾ ചെയ്യുന്നത് പോലെ കോൾ ചെയ്യാം. പഴയ നോക്കിയ ഫോണിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇതെൻ്റെ സ്മാർട്ട് ഫോണാണ്. ഇതുപോലെ നിങ്ങളുടെ സ്മാർട്ട് ഫോണും പഴയ നോക്കിയയുടെ രൂപം എങ്ങനെയായിരുന്നു, സ്വിച്ചും കാര്യങ്ങളും ഒക്കെ അതേപടി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇതുപോലെ പഴയ നോക്കിയയുടെ രൂപത്തിലേക്ക് മാറ്റുന്നത് കൊണ്ട് നമുക്ക് 3 പ്രയോജനങ്ങളാണുള്ളത്. ഒന്ന്, നമുക്കൊരു നൊസ്റ്റാൾജിയായിട്ട് ഫോൺ കൊണ്ടു നടക്കാൻ സാധിക്കും. 2, നമ്മുടെ കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ ഫോൺ കാണുമ്പോൾ അവർക്കൊരു കൗതുകമായിരിക്കും. കാരണം നോക്കിയ ഫോൺ എങ്ങനെയായിരുന്നോ അതേ രൂപത്തിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഉണ്ടാകുക. മൂന്നാമത്തെ പ്രയോജനം, ചെറിയൊരു സെക്യൂരിറ്റി ഉണ്ട്. കാരണം പെട്ടെന്നൊന്നും ഒരാൾക്ക് നമ്മുടെ ഫോണിലെ ഗാലറിയും കാര്യങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എങ്കിലും അറിയുന്നവർ കൃത്യമായിട്ട് തുറന്ന് ഗാലറിയും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. എന്നാലും നമുക്കൊരു നോക്കിയയുടെ രൂപത്തിലേക്ക് നമ്മുടെ ഫോൺ മാറ്റാൻ സഹായിക്കുന്നത് ഒരു ലോഞ്ചറാണ്. അപ്പോൾ ഈ ലോഞ്ചർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ നിങ്ങൾ നോക്കിയ ലോഞ്ചർ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഈ ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഈ ആദ്യത്തെ പേജിൽ മാത്രമേ പരസ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പരസ്യ ശല്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെറ്റ് ഡീഫോൾട്ട് ലോഞ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സിസ്റ്റം ലോഞ്ചറിലായിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. പിന്നെ ചില ഫോണിൽ ഈ ഓപ്ഷൻ ചെറിയ മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. നിങ്ങൾ നിലവിലുള്ള ലോഞ്ചർ മാറ്റിയിട്ട് നോക്കിയയുടെ ലോഞ്ചർ മുകളിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലേക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൊടുക്കാൻ വരും. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ റെഡ്മി ഫോൺ ആയതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും. റെഡ്മി ഫോൺ ആണെങ്കിൽ ഈ താഴെ കാണുന്ന സെക്കൻഡ് ആകാൻ കാത്തിരിക്കുക. എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇനി പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോഞ്ചർ നമ്മുടെ ഫോണിൽ സെറ്റായി കഴിഞ്ഞു. ഇനി സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യ തവണ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പെർമിഷൻ കൊടുക്കണം. പെർമിഷൻ അലോ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അതേ കോൾ ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി പണ്ട് ചെയ്യുന്നത് പോലെ ഈ സ്റ്റാർ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഫോൺ ലോക്ക് ആയിക്കൊള്ളും. അൺലോക്ക് ചെയ്യാൻ ഈ മുകളിലത്തെ ഈ ബട്ടണും സ്റ്റാറും ക്ലിക്ക് ചെയ്താൽ അൺലോക്കും ആയിക്കൊള്ളും. ഇനി നമുക്ക് ഫോൺ മൊത്തമായിട്ട് ലോക്ക് ചെയ്യണമെങ്കിൽ സാധാരണയായിട്ട് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തന്നെ ലോക്ക് ആയിക്കൊള്ളും. അൺലോക്ക് ചെയ്യാൻ നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ല പാറ്റേൺ ലോക്കോ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ലോഞ്ചർ തന്നെയാണ് ഓപ്പൺ ആവുക. ഇനി പ്രധാനമായിട്ട് ഇതിനകത്ത് 3 ഓപ്ഷനാണ് ഉള്ളത്. അതിലെ ഗോ ടു ക്ലിക്ക് ചെയ്താൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇനി അവസാനമുള്ള സെറ്റിങ്സ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയും ബ്ലൂടൂത്തിൻ്റെയും ഒക്കെ ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി നടുവിൽ നിങ്ങൾക്ക് മെനു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം, കൃത്യമായി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ മെനു ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്താൽ ഫുൾ സ്ക്രീനിൽ തന്നെ ആപ്ലിക്കേഷനൊക്കെ വർക്ക് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ടോർച്ച് ഓപ്പൺ ചെയ്യാൻ ഇവിടെ 0 പ്രസ് ചെയ്ത് പിടിക്കാം. പിന്നെ ഇത് നമുക്ക് ഏതെങ്കിലും അവസ്ഥയിൽ ഇത് വേണ്ട, നമ്മുടെ ഫോൺ സാധാരണ പോലെ തന്നെ മതിയെങ്കിൽ നമുക്കിവിടെ ഗോ ടുവിലേക്ക് ക്ലിക്ക് ചെയ്താൽ കസ്റ്റമൈസ് ലോഞ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നേരത്തെ പേജ് ഉണ്ടല്ലോ അത് തന്നെ കിട്ടും. അതിൽ സെറ്റ് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലോഞ്ചറും നോക്കിയ ലോഞ്ചറും മാറ്റിയിട്ട് സിസ്റ്റം ലോഞ്ചറിലേക്ക് ടിക്ക് മാർക്ക് കൊടുത്താൽ നിങ്ങളുടെ ഫോൺ പഴയ രീതിയിലേക്ക് തന്നെ ആയിക്കൊള്ളും. ഇനി വീണ്ടും നോക്കിയ ലോഞ്ചർ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വീണ്ടും സെറ്റ് ചെയ്താൽ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.